നമസ്കാരം കൂട്ടുകാരെ, 2019 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് ചലച്ചിത്രം നോട്ട്സ് ഫോർ മൈ സൺ എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. യഥാർത്ഥ സംഭവകഥയെ ആസ്പദമാക്കി ചിത്രീകരിക്കപ്പെട്ട ഒരു ചലച്ചിത്രമാണിത്. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയെയും മകനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അമ്മയുടെ പേര് മേരി എന്നാണ്, മകൻ ടോമി. അമ്മയ്ക്ക് മകനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം മേരി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം മേരിക്കൽപ്പം വയ്യായിക വന്നു. കുറച്ചു നാളുകളായിട്ടുള്ള വയ്യായികയാണ്. വയറ് വീർത്തു വീർത്തു വരുന്ന പോലെ. എന്തായാലും അന്ന് തീരെ അവശതയിലെത്തിയപ്പോൾ ഭർത്താവിനൊപ്പം മേരി ആശുപത്രിയിലെത്തി ചികിത്സയ്ക്ക് വിധേയയായി. അതുവരേക്കും മേരി അതൊന്നും കാര്യമായി എടുത്തിരുന്നേയില്ല. അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് മേരി റൂമിൽ വിശ്രമിക്കുകയാണ്. ഫെഡ് ആ സമയം മുറിയിലേക്ക് വന്നു. മേരി ഭർത്താവ് ഫെഡിനെ വിളിച്ച് ഫെഡിനോട് ചോദിച്ചു, ഫെഡ്, എന്നെ എന്തിനിവിടെ കിടത്തിയിരിക്കുന്നേ? എനിക്കെന്താ ശരിക്കും പ്രശ്നം? നീ അത് പറയുന്നുണ്ടോ? ഫെഡ് അല്പം വേദനയോടെയാണെങ്കിലും ആ സത്യം തുറന്നു പറഞ്ഞു. മേരിക്ക് വൈറ്റൽ ക്യാൻസർ ആണ്. അത് കേൾക്കുന്നതും മേരി വല്ലാതാകുന്നുണ്ട്. നമ്മളൊക്കെ പോലെ തന്നെയാണല്ലോ മേരിയും. ക്യാൻസർ എന്നത് എത്ര വലിയ ഭീകര അസുഖമാണ് എന്ന് നമുക്കൊക്കെയും അറിയാം. അതും ക്യാൻസർ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു ഘട്ടത്തിൽ ഒറ്റയടിക്ക് തിരിച്ചറിയുമ്പോഴോ മരണം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ആദ്യത്തെ ആ ഷോക്കിനും ദുഃഖത്തിനും ശേഷം മേരി അതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്, എതിരിടാൻ ആരംഭിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. തന്റെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ട്വിറ്ററിൽ, ക്യാൻസർ എന്ന മാരക രോഗത്തെ വളരെ തമാശ രീതിയിൽ നോക്കിക്കണ്ട് ചികിത്സയുടെ രീതികളെയും മറ്റും തമാശ രീതിയിൽ ഓരോ പോസ്റ്റുകളായി മേരി എഴുതിയിടാൻ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ മേരിയുടെ ആ എഴുത്തുകൾ വൈറലാവുകയും മേരി അറിയപ്പെടാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ക്യാൻസർ അവസാന ഘട്ടമാണ്, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നറിഞ്ഞതോടെ മേരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലെ മറ്റൊരു സ്പെഷ്യൽ റൂമിലേക്ക് മാറ്റി. അവിടെയുള്ളൊരു ഡിവൈസ് നഴ്സ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേരി അതിലേക്ക് വിളിച്ചാൽ മതി. ഉടൻ തന്നെ സ്റ്റാഫ് അങ്ങോട്ടേക്കെത്തും. മേരി ഡെസ്പായിരിക്കുമോ എന്നൊരു സംശയം ഭർത്താവ് ഫെഡിനുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേരിയൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുവാൻ, ചിരിപ്പിക്കുവാനൊക്കെ ഫെഡ് ശ്രമിക്കുന്നുണ്ട്. ആ മുറിയിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോ ഒക്കെ ഉണ്ടല്ലോ, വിൻഡോ തുറന്ന നല്ല സീനറി ആയിരിക്കും എന്ന് പറഞ്ഞ് ഫെഡ് പോയി കർട്ടൻ മാറ്റി. നിർഭാഗ്യവശാൽ പുറത്ത് കാണാനായത് മട്ടുപ്പാവ് മാത്രമായിരുന്നു. എന്നിരുന്നാലും ഫെഡ് നിരാശനായില്ല. മേരിയെ ഓരോന്ന് പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. മേരിയും ടോമിയും സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത്രയും വർഷങ്ങൾ ഏറെ സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ്. തന്റെ പ്രിയപ്പെട്ടവൾക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നെന്നറിഞ്ഞാൽ ഏതു ഭർത്താവിനാണ് വേദനിക്കാതിരിക്കുക? എന്നിരുന്നാലും തന്റെ വേദന കടിച്ചു പിടിക്കുവാൻ ഫെഡ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയം മേരി മകൻ ടോമിയെ കാണണം, നീ അവനെ കൂട്ടിക്കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഫെഡ് പറഞ്ഞു, എന്തിനാ നീ അങ്ങനെ ചോദിക്കുന്നേ? കൊണ്ടുവരണമെന്ന് പറഞ്ഞാ പോരെ, നാളെ തന്നെ ഞാൻ അവനെ കൊണ്ടുവരും. ഫെഡ് കുറച്ചു കഴിഞ്ഞ് പുറത്തു വന്നിരുന്നു. അവിടുത്തെ ചീഫ് ഡോക്ടർ ഫെഡിനടുത്തെത്തി സംസാരിച്ചു. മേരിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ നോക്കിയിരുന്നു. കാര്യങ്ങൾ വളരെയധികം വഷളായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ചുറ്റിലുമുണ്ടായി കുറച്ചുനാളുകൂടി അവർ ചിലവഴിച്ചാൽ നല്ലതായിരിക്കും. ആലോചിച്ച് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. ഫെഡ് വല്ലാതെ നിരാശയിലും ദുഃഖത്തിലും ആഴ്ന്നു പോകുന്നുണ്ട്. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഫെഡ് മകൻ ടോമിയുമായിട്ടായിരുന്നു ആശുപത്രിയിൽ എത്തിയത്. അമ്മയെ കണ്ടതും ടോമിയോടെ അമ്മയുടെ അടുത്ത് ചെന്നു. മേരിയും അവശതയിലും ടോമിയെ കണ്ട സന്തോഷത്തിൽ എഴുന്നേറ്റ് മോനെ കെട്ടിപ്പിടിച്ചു. 3 വയസ്സുള്ള പയ്യനാണല്ലോ, അവൻ എന്തറിയാനാണ് ക്യാൻസർ എന്നാൽ അവന് മനസ്സിലാവുക പോലുമില്ല. മോൻ ടോമി വന്നതും മേരിയും അല്പം ഉഷാറായി കാണപ്പെട്ടു. വേദനയൊക്കെ മറന്ന് മോനൊപ്പം മേരി കളിച്ച് രസിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്തു. മേരിയെ എപ്പോഴും കൂടെ നിന്ന് നോക്കാൻ ഒരു ബൈസ്റ്റാൻഡർ വേണമല്ലോ. അതുകൊണ്ട് ഫെഡ് എപ്പോഴും മേരിക്കൊപ്പം ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ പരസ്പരം സംസാരിക്കുമ്പോൾ മേരി ഫെഡിനോടൊരു കാര്യം പറഞ്ഞു. വീട്ടിൽ ഞാൻ പുതിയൊരു ഡയറി വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ വരുമ്പോ അത് എടുത്തുകൊണ്ടുവരുമോ? എനിക്കിനി അധികം ആയുസുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ടോമി വളർന്നു വരുമ്പോ എന്നെ മറന്നു പോവരുതല്ലോ. അവനായി ചിലതൊക്കെ എനിക്കതിൽ എഴുതി വെക്കണമെന്നുണ്ട്. ഫെഡും അതിന് ഓക്കെ പറഞ്ഞു. നാളെ രാവിലെ വരുമ്പോ ഡയറി എടുത്തുകൊണ്ടുവരാമെന്ന്. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പോൾ ഫെഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ പോവാൻ പോയപ്പോ മേരി ഡോക്ടറിനോട് 1 മിനിറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തി. ഡോക്ടറുമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഡോക്ടർ, എനിക്ക് എങ്ങനെയായി ക്യാൻസർ വന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് മേരി ചോദിച്ചു. ഡോക്ടർ വിശദീകരിച്ചു. മേരി, ക്യാൻസർ എന്നത് വൈറസോ ബാക്ടീരിയയോ കൊണ്ടൊന്നും വരുന്നതല്ല
സാധ്യമല്ലല്ലോ വേറൊരാളിൽ നിന്ന് പകർന്നു കിട്ടുവാൻ. മിക്കവാറും ക്യാൻസറുകളുടെയൊക്കെ അടിസ്ഥാനം ജീനുകളും മറ്റുമാണ്. മേരി ആശ്വാസത്തോടെ ഇരിക്കെ ഒക്കെ ഓക്കെയാകും എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഡോക്ടർ പുറത്തേക്കിറങ്ങുമ്പോൾ ഫെഡും മേരിയുടെ കൂട്ടുകാരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഡോക്ടർ ഫെഡുമായി കുറച്ചുനേരം സംസാരിച്ചു. ശേഷം കൂട്ടുകാരൊക്കെയും മേരിക്ക് ആശ്വാസമേകുവാൻ, മേരിയോട് സംസാരിക്കുവാൻ റൂമിനുള്ളിൽ കയറിയിരിപ്പായി. അവരുടെ ഇന്ററാക്ഷൻസും മറ്റും ഫെഡും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. നാളെയുള്ള ഒരു ഓർമ്മയ്ക്കായി ഫെഡ് അവരുടെ സംസാരവും അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരുകളും അവരാരൊക്കെയാണെന്നുള്ളതും വീഡിയോ ദൃശ്യങ്ങളായി തന്റെ ഫോണിൽ പകർത്തിയെടുത്തു. വളരുമ്പോൾ ടോമിയെ കാണിക്കാനായിരുന്നു അത്. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മേരി തന്റെ രോഗാവസ്ഥയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. മകനൊപ്പം ഒരുപാട് സമയം മേരി ചിലവഴിച്ചു. വേദനകൾ മറക്കുവാൻ ട്വിറ്ററിൽ ഓരോ വേദനയും രോഗാവസ്ഥയുടെ ഓരോ ഘട്ടങ്ങളും തമാശ രൂപേണ മേരി എഴുതിക്കൊണ്ടേയിരുന്നു. ഏതാണ്ട് ഇന്നസെന്റ് ക്യാൻസർ വന്നപ്പോ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം എഴുതിയ പോലെ മേരിയുടെ പ്രശസ്തിയും ഫോളോവേഴ്സും നാൾക്കുനാൾ കൂടി വരികയും ചെയ്തു. ഈ ഘട്ടത്തിൽ മേരി മകൻ ടോമിനായി മേടിച്ച പുതിയ ഡയറിയിൽ ചിലതൊക്കെ എഴുതാൻ ആരംഭിച്ചിരുന്നു. മോനൊപ്പം ജീവിക്കുകയാണെങ്കിൽ താൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും മോൻ എങ്ങനെയൊക്കെ ആവണമെന്നും തന്റെ സ്വപ്നങ്ങളെ പറ്റിയുമൊക്കെ മേരി അതിൽ എഴുതുന്നുണ്ടായിരുന്നു. നാളുകൾ കഴിയുന്തോറും മേരിയുടെ അവസ്ഥ കൂടുതൽ വഷളായി വന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മേരിക്ക് ഗുളികയെടുത്ത് കൊടുക്കാനും ബാത്റൂമിൽ കൊണ്ടുപോവാനും വരെ നഴ്സ് സഹായത്തിനെത്തി തുടങ്ങി. പകൽ മുഴുവൻ മേരിയെ നോക്കുന്നത് ഫെഡായിരിക്കും. രാത്രിയിൽ അവശതയിൽ ഫെഡ് ഉറങ്ങുമ്പോൾ മേരിക്ക് ഫെഡിനെ വിളിക്കാൻ തോന്നില്ല. അങ്ങനായിരുന്നു മേരി സിസ്റ്റേഴ്സിനെ വിളിച്ചു തുടങ്ങിയത്. അന്ന് മേരി അങ്ങനെ ഒരു നഴ്സിനെ വിളിച്ച് ബാത്റൂമിൽ പോയി വന്നപ്പോ ഫെഡ് അത് കണ്ടു. എഴുന്നേറ്റ് ഫെഡ് മേരിക്ക് അടുത്തു വന്നിരുന്നു. മേരി, ഞാനിവിടെ ഇല്ലേ, നീ എന്തിനാ പിന്നെ ആ നഴ്സിനെ വിളിക്കുന്നേ? എന്നോട് പറഞ്ഞാ പോരെ എന്ന് അദ്ദേഹം മേരിയോട് ചോദിച്ചു. നിങ്ങൾ രാവിലെ തൊട്ട് എന്നെ നോക്കുവല്ലായിരുന്നോ? ഞാൻ നോക്കുമ്പോ നിങ്ങൾ ടയേർഡായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ വിളിക്കാതിരുന്നേ എന്ന് മേരി പറഞ്ഞു കേൾക്കുന്നതും ഫെഡ് വല്ലാതെ ഇമോഷണലായി മേരിയെ ചുംബിച്ചു. മേരി തുടർച്ചയായി വീണ്ടും ട്വിറ്ററിൽ തമാശകളായി പോസ്റ്റുകൾ എഴുതുകയും മകനായ ഡയറിയിൽ ഓരോ ചാപ്റ്ററായി ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അന്നൊരു ദിവസം മേരി മകനായി എഴുതി, അധ്യായം 21. എന്റെ സില്ലിയായിട്ടുള്ള ചിന്തകൾ. നീ വളർന്നു വലുതാകുമ്പോൾ നിന്നെ നോക്കിക്കാണുവാൻ ഒരുപാട് ആളുകൾ നിന്റെ ചുറ്റിലും ഉണ്ടാവില്ലേ? അവരെയോർത്ത് എനിക്ക് അസൂയയും കുശുമ്പും തോന്നുന്നു. നിന്റെ വളർച്ച കാണുവാൻ, നീ എങ്ങനാകുന്നു എന്ന് നോക്കിക്കാണുവാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. തന്റെ മനസ്സിൽ വരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മേരി ആ ഡയറിയിൽ കുറിച്ചു വെച്ചു. അടുത്ത ദിവസം ഫെഡ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ജീവനക്കാരൻ ഫെഡിനടുത്തെത്തി പറഞ്ഞു, സാർ, താങ്കളുടെ ഭാര്യ അടിപൊളിയാ, ഇൻസ്പിറേഷനാ. സാറിന്റെ ഭാര്യയെപ്പറ്റി രാവിലെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഒരു രക്ഷയുമില്ല സാർ. ഫെഡ് ആ ആർട്ടിക്കിളിനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഏത് ആർട്ടിക്കിൾ എന്ന് ഫെഡ് ചോദിച്ചതും ആ ജീവനക്കാരൻ പോയി അന്നത്തെ പത്രം എടുത്തുകൊണ്ടുവന്നു. പത്രത്തിന്റെ പുറകിൽ മേരിയെ പറ്റിയും മേരിയുടെ ട്വിറ്റർ പോസ്റ്റുകളെ പറ്റിയുമൊക്കെ ഒരു വലിയ ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു. ഫെഡ് ആകാംക്ഷയോടെ ആ പത്രവും എടുത്ത് മേരിക്ക് അടുത്തെത്തി. വന്ന ആർട്ടിക്കിൾ മേരിയെ കാണിച്ചു. മേരി തമാശ രൂപേണ ചോദിച്ചു, എന്താ ഫെഡ്, ഞാൻ ഫേമസ് ആയെന്ന് തോന്നുന്നുണ്ടല്ലോ? ആ, ഫേമസ് ആയി. രാവിലെ തൊട്ട് നിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പത്രക്കാരുടെ വിളിയോട് വിളിയാ. ഫെഡ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് മേരിയുടെ സുഹൃത്തുക്കളും വന്നു. അവരും ആർട്ടിക്കിൾ കണ്ടിരുന്നു. മേരിയെ പറ്റി ആർട്ടിക്കിൾ വന്നതുകൊണ്ട് മേരിയെ അഭിനന്ദിച്ച് മേരിക്ക് പാട്ട് കേൾക്കുവാൻ ഒരു സ്പീക്കറും കൈമാറി. അന്നവർ അവിടെ നിന്ന് പോയി. ഇതിനിടയിൽ ഒരു TV ചാനൽ മേരിയുടെ ഇന്റർവ്യൂ ആവശ്യപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ അതത്ര പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് അതിന്റെ പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കുവാൻ ഫെഡ് ചീഫ് ഡോക്ടറുടെ അടുത്തെത്തി. ചീഫ് ഡോക്ടറോട് ഫെഡ് ചോദിച്ചു, ഡോക്ടർ, ഇങ്ങനെ മേരിയുടെ ഇന്റർവ്യൂ എടുക്കുവാൻ ഒരു TV ചാനലിന്റെ റിക്വസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിനകത്ത് അവരെ അലോ ചെയ്യാൻ സാധിക്കുമോ? ചീഫ് ഡോക്ടർ പറഞ്ഞു, എങ്ങനെ സാധിക്കും ഫെഡ്? ആശുപത്രിക്കുള്ളിൽ ക്യാമറ പ്രവേശിപ്പിക്കരുത്, മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്ന തരത്തിലൊരു നിയമം തന്നെയുണ്ട്. അതുകൊണ്ട് അതൊന്നും പോസിബിൾ അല്ല. മാത്രമല്ല മേരിയുടെ ആരോഗ്യസ്ഥിതിയും അത്ര നല്ലതല്ലല്ലോ. പിന്നെ ഒരു വഴിയുണ്ട്, വേണമെങ്കിൽ ഒരു ഫോൺ ലൈവ് ഇന്റർവ്യൂ നടത്താമല്ലോ. അവർ സ്റ്റുഡിയോന്ന് ലൈവ് ഫോൺ വിളിച്ച് മേരി ആശുപത്രിയിൽ നിന്ന് ഫോൺ വഴി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ. ഫെഡിനും അത് ഓക്കെ ആയിട്ട് തോന്നി. അടുത്ത ദിവസം മേരിയുടെ TVയിലെ ഇന്റർവ്യൂ നടന്നു. ഫോൺ വഴി TVയിൽ നിന്നും ആളുകൾ മേരിയോട് സംസാരിക്കുകയായിരുന്നു. മേരിയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും അവരെ പരിചയമുള്ളവരൊക്കെയും ആ ഇന്റർവ്യൂ കണ്ടു. ഒരു ഘട്ടത്തിൽ ഇന്റർവ്യൂവർ മേരിയോട് ചോദിച്ചു, മേരിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനുണ്ട്? ഒരു കൂസലുമില്ലാതെ വരാൻ പോകുന്നതിനോർത്ത് ഭയമില്ലാതെ മേരി പറഞ്ഞു, ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ അവസ്ഥ മോശമായി വരികയാണ്. ഡോക്ടർമാരൊക്കെ അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി ശ്രമിച്ചാലും എനിക്കിനി അധികം ആയുസൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു മകനില്ലേ? അവനെപ്പറ്റി പറയാമോ? ഇന്റർവ്യൂവറുടെ അടുത്ത ചോദ്യം വന്നതും മേരി പറഞ്ഞു, അവന്റെ പേര് ടോമി എന്നാണ്. എന്റെ ജീവനും എന്റെ ലോകവും ഒക്കെയും ടോമിയാണ്. പക്ഷേ
അവൻ വളരുന്നത് കാണുവാൻ അവന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ അവൻ നല്ലൊരു മനുഷ്യനായി മാറുവാൻ, അവനോട് എനിക്ക് പറയാനുള്ളതൊക്കെ പറയുവാൻ അവനായി ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്. അവനത് വായിച്ചു വളരും. അവൻ എന്നെ എന്നും ഓർക്കും. അവന്റെ അമ്മയായി അവന്റെ മനസ്സിൽ ഞാനുണ്ടാകും. ഇമോഷണൽ ആയിട്ടുള്ള മേരിയുടെ ആ മറുപടി ഏവരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. പിന്നാലെ ഫെഡിനെ പറ്റിയും ചോദ്യം വന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ ഇത്ര ഉഷാറായി നിലനിർത്തുന്നത്, ഓരോ നിമിഷവും എന്നെ പരിപാലിക്കുന്നത് എന്റെ ഭർത്താവ് ഫെഡാണ് എന്നായിരുന്നു മേരിയുടെ മറുപടി. അങ്ങനെ ആ ഇന്റർവ്യൂവും അവസാനിച്ചു. ആ ഇന്റർവ്യൂവോടെ മേരി കൂടുതൽ അറിയപ്പെടുകയായിരുന്നു. മേരിക്ക് സപ്പോർട്ടായി നിരവധി പേരുടെ കത്തുകളും മറ്റും വരാനാരംഭിച്ചു. നിരവധി ഗിഫ്റ്റുകളും അവരെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം വന്ന ഗിഫ്റ്റിൽ പൂക്കൾ കൊണ്ടുള്ള ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ മേരി അതെടുത്ത് ധരിച്ചു. ഇത് കൂടാതെ വരുന്ന ഗിഫ്റ്റുകളിൽ നിരവധി കേക്കുകളും മിഠായികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്ട്രോബെറി കേക്ക്, അത് ടോമിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അത് മാത്രം എടുത്ത് മാറ്റിവെപ്പിച്ച് ബാക്കി മുഴുവൻ അവിടെയുള്ളവർക്കൊക്കെ വിതരണം ചെയ്തേക്കാൻ മേരി നേഴ്സുമാരോടും ഫെഡിനോടും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മേരിയുടെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ഒരുപാട് വേദന മേരി അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഡോക്ടർ പരിശോധനയ്ക്കെത്തിയപ്പോൾ മേരി ഡോക്ടറോട് സെഡേഷനെ പറ്റി ചോദിച്ചു. ഡോക്ടർ, സെഡേഷന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, നമുക്കതങ്ങ് പ്രവർത്തിച്ചാലോ എന്ന് മേരി ചോദിച്ചു. മേരി തീരുമാനിച്ചാൽ കാര്യങ്ങൾ അതിനനുസരിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. സെഡേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദയാമരണം പോലെ ഒരു കാര്യമാണ്. ഒരിക്കലും രക്ഷപ്പെടില്ലെന്നുറപ്പുള്ള കഠിനമായ വേദനയുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ രോഗിയുടെ അവസാന ഘട്ടമെത്തിയാൽ രോഗിക്ക് സെഡേഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ചില ഇഞ്ചക്ഷനുകളിലൂടെ ഘട്ടം ഘട്ടമായി മേരിയെ അവർ കോമ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. മേരി പിന്നീട് വേദനകളൊന്നും അറിയുകയേയില്ല. കോമയിലെന്ന പോലെ കിടന്ന് ഈ ലോകത്തോട് മേരി വിട പറയുകയും ചെയ്യും. മേരിയുടെ ഡേറ്റ് തീരുമാനിക്കാൻ ഡോക്ടർ ചോദിച്ചത് കേട്ടതും മേരി മറുപടി പറഞ്ഞു. ഡോക്ടർ, ഞാൻ എന്റെ മകനു വേണ്ടി ഒരു ബുക്ക് എഴുതുന്നുണ്ട്. ആ ഡയറിയിൽ എഴുതുന്നത് ഒന്ന് പൂർണ്ണമായിക്കോട്ടെ. ഒരാഴ്ച കൂടി കഴിഞ്ഞ് നമുക്ക് സെഡേഷൻ ചെയ്യാം. പിന്നാലെ മേരിയുടെ ബർത്ത്ഡേ വരികയായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടെന്നും ഗിഫ്റ്റുകൾ വേണ്ടെന്നും മേരി തന്നെ പറഞ്ഞതുകൊണ്ട് മേരിയെ കാണാൻ വന്നപ്പോൾ ഫ്രണ്ട്സ് ഗിഫ്റ്റുകളൊന്നും വാങ്ങിക്കൊണ്ടുവന്നില്ല. പക്ഷേ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് മാത്രം മേരിക്ക് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമാണ് എന്നറിയാവുന്നതുകൊണ്ട് 2 ബുക്കുകൾ വാങ്ങി മേരിക്കായി കൊണ്ടുകൊടുത്തു. ആ ദിവസത്തിനു ശേഷം ഫെഡ് വൈകിട്ട് വന്നപ്പോൾ മേരി തന്റെ തീരുമാനം ഫെഡിനോട് പറഞ്ഞു. അടുത്തയാഴ്ച ഞാൻ സെഡേഷൻ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് ടോമിക്കൊപ്പം സന്തോഷത്തോടെ ചെലവഴിക്കണം. ടോമിയെ നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് കേൾക്കുന്നതും ഫെഡ് വല്ലാതെ ദുഃഖിതനാകുന്നുണ്ട്. പക്ഷേ തന്റെ ഭാര്യ തന്റെ കൺമുമ്പിൽ വേദന കൊണ്ട് പൊളയുന്നതും മറ്റും കണ്ടു നിൽക്കാനും ഫെഡിന് സാധിക്കുമായിരുന്നില്ല. അടുത്ത ദിവസം മേരി തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി. മേരിയുടെ പക്കൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കണം എന്നൊരു ലിസ്റ്റ് തന്നെ മേരി അവൾക്ക് പറഞ്ഞുകൊടുത്തു. തന്റെ മരണശേഷം അത്തരത്തിൽ പ്രവർത്തിക്കണം എന്നും പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഫെഡിനെ മീറ്റ് ചെയ്യണം എന്ന ആശുപത്രിയുടെ ഡയറക്ടർ മെയിൻ ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു. മേരിയെ പരിശോധിക്കുന്ന ഡോക്ടറുടെ കൂടെ ഫെഡും ഡയറക്ടറുടെ അടുത്തെത്തുകയാണ്. അവർ ഫെഡിനെ വിളിപ്പിച്ച കാര്യം അറിയിച്ചു. ഫെഡ്, ഞങ്ങൾ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മേരി സെഡേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാര്യമെന്തെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, സെഡേഷൻ എന്നത് ഏറെക്കുറെ ദയാവധം പോലാണ്. ഒരാഴ്ചയോളം നീളുന്ന ഒരു പ്രോസസ്സാണത്. ചിലപ്പോഴെങ്കിലും ഇത് വിചാരിക്കുന്ന പോലെ നല്ല രീതിയിൽ നടക്കാറുമില്ല. മേരി ഇത്ര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് സെഡേഷൻ ചെയ്ത് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ സെഡേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേരിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ അവിടെ നിന്ന് സെഡേഷൻ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. ആശുപത്രിക്കും ഒരു പ്രശ്നമുണ്ടാകില്ലല്ലോ. ഡോക്ടറുടെ ആ ചോദ്യം കേട്ടതും ഫെഡും അല്പം വല്ലാതാകുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി ഫെഡ് തലപുകന്ന് ആലോചിച്ചു. ഇതിനെപ്പറ്റി കൃത്യമായ അറിവൊന്നും ഫെഡിനില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡോക്ടർ സുഹൃത്തിനോട് ഫെഡ് എന്ത് ചെയ്യണം എന്ന അഭിപ്രായം ചോദിക്കുകയാണ്. മേരി വേദന തിന്നരുത് എന്നത് മാത്രമായിരുന്നു ഫെഡിന്റെ ആവശ്യം. സെഡേഷൻ ചെയ്താലും അത് പാളിപ്പോയാൽ അവൾ കുറേയധികം നാൾ വേദന സഹിച്ച് കിടക്കേണ്ടി വരുമെന്നത് ഫെഡിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, വീട്ടിൽ കൊണ്ടുവന്നത് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ റിസ്ക്കും വലുതാണ്. ഡോക്ടർ കൂട്ടുകാരൻ ഫെഡിനെ കാര്യങ്ങൾ പറഞ്ഞുപദേശിച്ചു. സെഡേഷന്റെ വശങ്ങൾ പറഞ്ഞുകൊടുത്തു. പക്ഷേ പെട്ടെന്ന് വേണമെങ്കിൽ മേരിയെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കാൻ ചില വഴികളുണ്ടെന്ന് പറഞ്ഞ് ആ ഡോക്ടർ കൂട്ടുകാരൻ ചില മരുന്നുകളുടെ കാര്യങ്ങളും മറ്റും ഫെഡിന് പറഞ്ഞുകൊടുത്തു. അത്തരത്തിൽ പ്രവർത്തിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നും വേദനയൊന്നും അറിയാതെ മേരി ഈ ലോകം വിട്ട് വേഗം പോവുകയും ചെയ്യും എന്നും ആ കൂട്ടുകാരൻ അവന് ധരിപ്പിച്ചു. എല്ലാം കേട്ടറിഞ്ഞു വന്ന ഫെഡെന്ന് മേരിയോട് ആ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ മേരി കേട്ടു. മേരിക്കും ഒരുപാട് വേദന സഹിക്കാതെ
പെട്ടെന്ന് മരണപ്പെടണം എന്നാണ് ആഗ്രഹം. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയി പെട്ടെന്ന് മേരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫെഡിന്റെ മേലേക്ക് അതിന്റെ പേരിൽ അന്വേഷണം വരുമെന്നും ആകെ പ്രശ്നമാകുമെന്നും ഫെഡ് എന്തെങ്കിലും സംഭവിച്ച് ജയിലിൽ പോവുകയോ മറ്റോ ചെയ്താൽ തങ്ങളുടെ മകൻ ടോമിയുടെ അവസ്ഥ എന്താകും എന്നും മേരി തിരികെ ചോദിച്ചു. ഇതിലൊരുപാട് പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്, വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നോക്ക് ഫെഡ് എന്ന് മേരി പ്രത്യേകം അവനോട് എടുത്തു പറഞ്ഞു. ഫെഡിനും എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മേരി വേദന സഹിക്കുന്നത് ഫെഡിനെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലെന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ മേരി അതിന് സമ്മതിക്കുന്നുമില്ല. ആശുപത്രിക്കാർ സെഡേഷൻ കൊടുക്കാൻ തയ്യാറുമല്ല. ഫെഡ് വല്ലാതെ ബുദ്ധിമുട്ടി. മേരിയുടെ കൂട്ടുകാരിയോടും തന്റെ ബുദ്ധിമുട്ടുകൾ ഫെഡ് പങ്കുവെച്ചു. ആ സമയമാണ് ഒരു നഴ്സ് ഫെഡിനടുത്തേക്ക് വരുന്നത്. ഫെഡിനോടൊരു കാര്യം നഴ്സ് എടുത്തു പറഞ്ഞു. നിങ്ങൾ സെഡേഷന്റെ കാര്യം ആലോചിക്കാൻ ചീഫ് ഡോക്ടറോടും ഡയറക്ടറോടും ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഡോക്ടേഴ്സ് ഒക്കെ കൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. മേരിയുടെയും ഫെഡിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ഡോക്ടേഴ്സ് അത് പ്രവർത്തിക്കുന്നത് എന്നവർ ഒപ്പിട്ടു കൊടുക്കണം. എങ്കിൽ സെഡേഷൻ ചെയ്യുവാൻ ആശുപത്രി തയ്യാറാണ്. ഒരു കണ്ടീഷനുമുണ്ട്. ഇതിനെപ്പറ്റി മേരി സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ എഴുതാൻ പാടില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ നിന്ന ഫെഡിന് അതല്പം സമാധാനമുണ്ടാക്കുന്നതായിരുന്നു. ഫെഡ് നേരെ മേരിയുടെ അടുത്തെത്തി മേരിയിൽ നിന്നും സൈൻ വാങ്ങി വെള്ളിയാഴ്ച സെഡേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യവും ഫെഡ് മേരിയോട് പറഞ്ഞു. വെള്ളിയാഴ്ച സെഡേഷൻ ചെയ്താൽ മേരി കോമയിലേക്ക് പോകും. കോമയിലിരുന്ന് വളരെ പെട്ടെന്ന് തന്നെ മേരി ഈ ലോകം വിട്ട് പോവുകയും ചെയ്യും. വൈകാതെ ആ വിവരം മേരിയുടെ സുഹൃത്തുക്കളിലേക്കും എത്തി. മേരിയെ കണ്ട് അവസാന യാത്ര പറയുവാൻ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഓരോരുത്തരും മേരിയെ കണ്ട് കരയരുത് എന്ന് തീരുമാനിച്ചായിരുന്നു പോകുന്നത്. പക്ഷേ എത്രയൊക്കെ കൺട്രോൾ ചെയ്തിട്ടും മേരിയുടെ ഒരു അടുത്ത സുഹൃത്തിന് കരച്ചിൽ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. മേരിയെ കെട്ടിപ്പിടിച്ച് അവർ പൊട്ടിക്കരഞ്ഞു പോയി. പക്ഷേ മേരി ചെറുചിരിയോടെ തന്റെ ആ സുഹൃത്തിനെ ആശ്വസിപ്പിച്ചു. അവളോട് ഒരേ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ പോയി കഴിഞ്ഞാലും എന്റെ മോൻ ടോമിയെ ഇടയ്ക്കൊക്കെ നീ പുറത്തു കൊണ്ടുപോകാമോ? എന്നെപ്പറ്റി അവനോട് നീ ഒരുപാട് സംസാരിക്കാമോ? ആ സുഹൃത്തും അത് തലകുലുക്കി കേട്ടു. ഓരോ സുഹൃത്തുക്കളും മേരിയെ വന്ന് കണ്ടുപോയി. ഒടുവിൽ മേരിയുടെ മകൻ ടോമി മേരിയെ കാണാനെത്തി. ഫെഡിന് മേരിയെയും ടോമിയെയും അങ്ങനെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മേരി തന്റെ മകനെ ചേർത്തു പിടിച്ചു. വേദനകളൊക്കെ മറന്ന് മകനൊപ്പം അവസാനത്തെ കുറെ സമയം ചിലവഴിച്ചു. ഏറെ വേദനാജനകമായ കാര്യമെന്തെന്നാൽ തന്റെ അമ്മ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ ലോകം വിട്ടുപോവാൻ പോകുന്നു എന്ന പാവം 3 വയസ്സുകാരൻ അറിവുണ്ടായിരുന്നില്ല. അതറിയാതെ അവൻ പുഞ്ചിരിക്കുകയും അമ്മയ്ക്കൊപ്പം സംസാരിച്ചിരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് തന്റെ പ്രിയപ്പെട്ട മകനെ ചേർത്തു പിടിച്ചിട്ടായിരുന്നു മേരി ഉറങ്ങിയത്. ഫെഡും ഏറെ വേദനയോടെ അത് നോക്കിക്കണ്ട് നിൽക്കുന്നുണ്ട്. വൈകാതെ ടോമിക്കായി എഴുതുന്ന ഡയറിയിൽ മേരി അവസാനത്തെ പേജ് എഴുതി. പ്രിയപ്പെട്ട ടോമി, നീയൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒന്നും നിരന്തരമല്ല. നീ കാണുന്ന സിനിമകൾ, നീ തിന്നുന്ന ഐസ്ക്രീം, അതുപോലെ ഒന്നൊന്നും ശാശ്വതമല്ല. പക്ഷെ നിന്റെ അമ്മ മാത്രം എന്നും ശാശ്വതമായി നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ കൂടെ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ ഉള്ളിൽ ഞാനുണ്ടാകും. നിന്റെ അമ്മയെ ഒരിക്കലും നീ മറന്നു കളഞ്ഞേക്കരുത്. പക്ഷേ വെള്ളിയാഴ്ച മേരിയുടെ സെഡേഷൻ നടന്നില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അത് സംഭവിച്ചത്. സെഡേഷന് ശേഷം ഏപ്രിൽ 21, 2015 മേരി ഈ ലോകത്തോട് വിട പറഞ്ഞു. ടോമിക്കായി തന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ചില ഉപദേശങ്ങൾ മേരി എഴുതി വെച്ചിരുന്നു. ഒടുവിലായി അത് വ്യക്തമാകുന്നു. സ്നേഹിക്ക്, വായിക്ക്, നോക്കിക്കാണ്, എല്ലാവരെയും കേൾക്ക്, പാട്ട് കേൾക്ക്, ചിത്രം വരയ്ക്ക്, നന്നായി പഠിക്ക്, നല്ല ജോലി ചെയ്യ്, നന്നായി യാത്രകൾ ചെയ്യ്, നിന്റെ അച്ഛൻ പറയുന്നതൊക്കെയും അനുസരിക്ക്, നന്നായി ഭക്ഷണം കഴിക്ക്. അത്തരത്തിൽ നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെയും നീ ചെയ്യ്. നല്ല കുട്ടിയായി സന്തോഷവാനായി നീ ജീവിച്ചുകൊണ്ടേയിരിക്ക് എന്നതായിരുന്നു അത്. ഒടുവിലായി അവർ മറ്റൊന്നുകൂടി എഴുതി. ഒരു കാര്യം കൂടി, ഇപ്പോഴും എപ്പോഴും നിന്റെ അമ്മയെപ്പറ്റി നീ ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ, നിന്റെ ഓർമ്മയിൽ സൂക്ഷിക്കൂ. ടോമിക്കുള്ള മേരിയുടെ ആ വാക്കുകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.